നമ്മൾ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചു, അവിടെ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് 2 വിദ്യാർത്ഥികൾ മരിച്ചു എന്നത്. ഓൾഡ് രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലാണ് ഈ അപകടമുണ്ടായത്. ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ അകപ്പെട്ടാണ് വിദ്യാർത്ഥികൾ മരിച്ചത്. 3 പേരാണ് അതിനകത്ത് പെട്ടുപോയത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ആ മൂന്നാമത്തെ ആ കുട്ടിക്ക് വേണ്ടി, ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഏത് രീതിയിലാണ്? മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴും ഈ ദൗത്യ സംഘത്തിന്റെ മുന്നിൽ, രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും രാത്രിയാണ്. ഏകദേശം സ്റ്റെയർ കേസ് വരെയും വെള്ളം കയറിയ നിലയിൽ തന്നെയാണ് ആ ബേസ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം കളയുക, അതിനുശേഷം ഒരുപാട് പേർ, അതായത് 1-ലധികം ആളുകൾ രീതിയിലാണിപ്പോൾ അന്വേഷണവും രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രധാനമായിട്ടും സീറോ വിസിബിലിറ്റി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അധികം കാണാൻ സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തകർക്ക്. ഹെൽമെറ്റെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ടോർച്ചുകളും അതുപോലെ മറ്റ് ലൈറ്റുകളും ഘടിപ്പിച്ചുകൊണ്ട് പരമാവധി കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ തിരയുന്നുണ്ട്, തപ്പുന്നുണ്ട്. അപ്പോഴും ഈ മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം ഇപ്പോഴും ആ ബേസ്മെന്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരോൾ ബാഗിന് തൊട്ടടുത്ത് തന്നെയുള്ള ഓൾഡ് രാജേന്ദ്ര നഗർ, അവിടെ ഒരു ബഹുനില കെട്ടിടമാണ് ഈ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ. കൃത്യമായിട്ട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ റാവൂസ് UPSC കോച്ചിംഗ് സെന്റർ എന്നുള്ളതാണ് അതിന്റെ പേര്. ബഹുനില കെട്ടിടമാണ്. അതിന്റെ ഏറ്റവും താഴത്തെ നില ബേസ്മെന്റ്, അവിടെ പാർക്കിങ്ങിനും താഴെയാണ്. കുറച്ച് സ്റ്റോറുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലൈബ്രറി പോലൊരു സംഭവമുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വന്നിരുന്ന് പഠിക്കാനെല്ലാം തന്നെ പറ്റുന്ന രീതിയിലൊരു രീതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ കനത്ത മഴയുണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാറ്റ് പെയ്യും. അങ്ങനെ വെള്ളക്കെട്ട് വരും. ആ ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടും അതല്ലാതെ കുറച്ച് മണിക്കൂറുകൾ നേരത്തെ മാത്രം ഓഫ്ലൈൻ ക്ലാസ്സസുമായിട്ടും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ അവിടുത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വിവരം എന്ന് പറയുന്നത്. ഇന്നും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുകളിലത്തെ നിലകളിലാണ് പ്രധാനമായിട്ടും ഈ 4 ക്ലാസ് റൂം വരുന്നത്. ഏറ്റവും മുകളിലത്തെ നിലകൾ അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും തന്നെ ഈ വെള്ളക്കെട്ടോ മഴയോ സാരമായിട്ടൊന്നും തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഹോസ്റ്റൽ, ഈ കോച്ചിങ് സെന്ററിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ ബേസ്മെന്റ് അല്ലാതെ മറ്റു മാർഗമുണ്ട് ക്ലാസ് റൂമിൽ നിന്നും നേരിട്ട്. അതുകൊണ്ട് തന്നെ ഈ ബേസ്മെന്റിലേക്ക് എത്തിയ, അത് പ്രധാനമായിട്ടും ഒന്നിച്ചിരുന്ന് പഠിക്കാനാണെന്ന് നിലവിൽ കരുതുന്നു. പക്ഷെ അതിന്റെ വിശദീകരണം ലഭിച്ചിട്ടില്ല. ആ ഒരു 3 വിദ്യാർത്ഥികളാണ് നിലവിൽ ഈ അപകടത്തിൽപ്പെട്ടത്, ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ വലിയ മഴ ഈ കരോൾ ബാഗ് പരിസരത്ത്, ഒപ്പം തന്നെ ഡൽഹിയിലെ മറ്റ് ചില പ്രദേശങ്ങളിലും പെയ്തിരുന്നു. അങ്ങനെയാണ് ബേസ്മെന്റ് നിറഞ്ഞത്. ഏറ്റവും താഴത്തെ നിലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടേക്ക് വെള്ളം കയറുകയായിരുന്നു. മാത്രമല്ല ഇത് താഴ്ന്ന പ്രദേശം കൂടിയാണ്. ചുറ്റുമായിട്ട് ഒരുപാട് കടകളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ചെറിയ മഴ പെയ്താൽ പോലും അത് കുറച്ചു നേരത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. വലിയ രീതിയിൽ മഴ ഒരു 1-1.5 മണിക്കൂർ പെയ്തു. അങ്ങനെയാണ് ഈ വൈകിട്ട് രാത്രി 7:30 തന്നെ വലിയ രീതിയിൽ ഒരു വെള്ളക്കെട്ട് അവിടെ രൂപപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏകദേശം 1-2 മണിക്കൂറുകൾ ഈ വിദ്യാർത്ഥികൾ അതിനകത്ത് കുടുങ്ങി പോയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വിദ്യാർത്ഥിനികളുടെ മൃതശരീരം ഇതുവരെ പ്രത്യേകത്തിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ മഴക്കെടുതിയിൽ വലിയ രീതിയിൽ ഡൽഹിയിൽ മുൻപും അല്ലെങ്കിൽ സമാനമായിട്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് മറ്റൊരു. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാമത്തെ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ബേസ്മെന്റിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസപ്പെടുന്നുണ്ട്. മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഇപ്പോൾ എന്തായാലും ഡൽഹി സർക്കാർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.